ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ സെക്കൻഡ് ശോഭ സിറ്റി ഇനോക്സ് എന്നാണ് പടം കാണുന്നത്. 10:30 ഷോ ആയിരുന്നു കേട്ടോ. ഫിലിമിന് ഏകദേശം 60%-ലധികം ആളുകളുണ്ടായിരുന്നു. ഫാമിലിക്കായിട്ട് പടത്തിന് വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് പടത്തിന് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പടത്തിന് വന്നിട്ടെന്ന് പറയാൻ കാരണം ഇതിൽ ഈ പടത്തിൽ വരുന്ന പല സീനുകളും നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഴയ പോലെ അല്ല കുട്ടികളൊക്കെ ചോദിക്കും, അവിടെ എന്താ സംഭവിച്ച അമ്മ, അല്ലെങ്കിൽ എന്താ സംഭവിച്ച അച്ഛ ചേട്ടാന്നൊക്കെ. നമുക്കൊരു മറുപടി കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫിലിമിലുണ്ട്. അത് നമ്മൾ മറ്റു മലയാള സിനിമകളിലൊന്നും അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഇതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്, ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ സംഭവിച്ച കഥയായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ എടുത്തത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ തട്ടിയ സംഭവമാണ്. പടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ തിരക്കഥ സംവിധാനം ചെയ്ത അഭയ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി, ആള് 2 പടം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പടമാണ്. സുധി വാൽമീകം, അതുപോലെ തന്നെ കുഞ്ഞാൽ അഗർബത്തീസ്. 2 പടം നല്ല ഹിറ്റായി കളിച്ച പടമാണ്. ജയസൂരിക്ക് അവാർഡ് കിട്ടിയൊരു പടമാണ് സുധി വാൽമീകം. ഗംഭീരമായിട്ട് തിരക്കഥ ചെയ്തിട്ടുണ്ട്. ആള് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പോൾ അത് ഒരു പ്രതീക്ഷ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ പടം കണ്ടിട്ട് പ്രതീക്ഷിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ പടം 2 മണിക്കൂറുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ സബ്ജക്റ്റും കയ്യിലുണ്ട്. പക്ഷെ പടം കുറേ ഭാഗങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല പെർഫോമൻസുകൾ വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നി. ഇൻ്റർവെലിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ, ക്ലൈമാക്സ് ഒക്കെ നല്ല എൻഗേജിങ് ആയിട്ട് തോന്നി. പക്ഷെ ടോട്ടലി പടം കണക്ഷൻ വരുന്നതിൽ എന്തോ ഒരു അപാകത അവിടെ ഫീൽ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഫിലിം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണോ എന്ന് അറിയാം, അതുപോലെ ആൾ ചെയ്തതാണോ എന്ന് അറിയില്ല. പക്ഷെ മൊത്തത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. പടത്തെക്കുറിച്ച് എനിക്ക് ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നി. കാരണം ഇതിലൊരു ഈ കഥ നടന്നൊരു സംഭവമാണ്. അപ്പം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കില്ല. ഇങ്ങനത്തെ സംഭവം നമ്മുടെ നാട് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം നമുക്ക് ഉൾക്കൊണ്ടു. പിന്നെ പെർഫോമൻസുകൾ എടുത്താൽ എനിക്ക് അത്ര വലിയ പെർഫോമൻസുകൾ കാര്യങ്ങളൊന്നും ആയിട്ട് തോന്നിയില്ല. അതിലിപ്പോൾ ശിവതയുടെ പെർഫോമൻസ് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടിയാണ് ശിവത. അനുമോഹൻ നന്നായി ചെയ്തിട്ടുണ്ട്, മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപർണദാസ്, അതുപോലെ തന്നെ മാലാ പാർവതി, ചന്തു, ഇവരൊക്കെ എത്ര ക്രൂ തന്നെ ഉള്ളൂ. വളരെ ചെറിയ ക്രൂ, കുറച്ച് ലൊക്കേഷനാണ് ഈ പടം നടക്കുന്നത്. നമ്മുടെ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ്. നമുക്ക് മറ്റുള്ള വീടുകളിലേക്കൊക്കെ നമ്മൾ എന്താ പറയുക, അവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നിഗൂഢതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും ഉള്ളിലും മനുഷ്യനാണ് ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതായിട്ട് സംഭവിച്ചൊരു കൊലപാതകമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ്. എവിടെയോ നല്ല രീതിയിൽ എന്താ പറയുക, വേറെ ലെവലിൽ എടുക്കാൻ പറ്റിയ മൂവിയായിരുന്നു ശരിക്കും. പക്ഷേ എവിടേക്ക് കുറേ പാളിച്ചകൾ വന്നു, കണക്ഷൻ ശരിയായില്ല. പിന്നെ BGM ആയാലും സംഭവം ചില സീനുകളിലൊക്കെ നമുക്ക് BGMന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിനൊന്നും പല സീനുകളും വർക്കായിട്ടില്ല. ക്യാമറ കുഴപ്പമില്ലാന്ന് എനിക്കൊരു ഫീൽ തോന്നി. മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നി. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു മൂവി ആയിരുന്നു. എന്തായാലും ആൾക്ക് നല്ല കഴിവുള്ള ആളാണ്, പണി അറിയുന്ന ആളാണ്. എവിടേക്ക് ചില മിസ്സിങ് പറ്റി. പിന്നെ പെർഫോമൻസുകളൊക്കെ ആവറേജ് ആകുമ്പോൾ പെർഫോമൻസുകൾ ഉണ്ട്, ഇതിൽ വേണ്ട രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഇല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് പടത്തിൽ. അങ്ങനെ A to Z നോക്കുന്ന സമയത്ത് ഒരു സിനിമയ്ക്ക് എല്ലാം വേണമല്ലോ. അപ്പോൾ അതിനുള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എടുത്തു പറയേണ്ട സമയം, പടം തുടങ്ങുന്ന സമയത്ത് ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു കല്യാണം അതിനൊരു ഇതിൽ എഴുതി കാണിക്കേണ്ട ഭാഗം നല്ല രസമായിട്ട് എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് കഴിഞ്ഞു, അത് ഹണിമൂണിന് പോകണു, പിന്നെ വീട്ടിലെ സീനുകൾ കാണിക്കുന്നു, കുട്ടിയാവുന്നു, പിന്നെ അവർ വിട പറയുന്നതെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരുന്നത് മുതലുള്ളത് കറക്റ്റ് നമുക്ക് പടത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഫീല് പ്രേക്ഷകന് കിട്ടും. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ടോട്ടലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു മൂവിയായി ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ എവിടെയൊക്കെ പാളിച്ചുകൾ പറ്റിപ്പോയി. എന്നിട്ട് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം മലയാള സിനിമയിൽ ഡിഫറെൻ്റ് ആയ പടങ്ങൾ വരുന്നു, ഒരുപാട് നല്ല പടങ്ങൾ വരുന്നു. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ പോലെ പടം വന്നിരുന്നു. അത് നല്ലൊരു ചെറിയ കുഴി വെച്ച് പടയ്ക്ക് ഭയങ്കര ഇഷ്ടമായ പടം, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അതുപോലെ തന്നെ ഈ പടം അതിൽ ഡിഫറെൻറ്റ് പ്രമേയമായിട്ട് വന്നതാണ്. നല്ല അറ്റംപ്റ്റ് ആണ്, അത് എടുത്തു പറയുന്നത്. നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. എടുത്തിട്ട് നല്ല പടം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പം ഇതിലിപ്പോൾ പോരായ്മകളൊക്കെ കവർ ചെയ്തിട്ട് എന്തായാലും ചെയ്യാൻ പറ്റും. കാരണം അത്രയും കഴിവുള്ള ആളാണ് ഈ ഡയറക്ടർ അഭയ് കുമാർ. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും മുകേഷ്.